പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസൽമേനിയ 42-ന്റെ ആദ്യ ദിവസം ഏപ്രിൽ 19 ഈ ഞായറാഴ്ച മറ്റന്നാൾ നടക്കാൻ പോകുന്ന ആദ്യ ദിനത്തിലെ മെയിൻ ഇവന്റ് മത്സരമായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ചലഞ്ചറായ റാൻഡി ഓർട്ടനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഡേ മെൽസറിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം കൊടുക്കുന്നത് നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ പെയിൻ, ശരീരവേദന റാൻഡി ഓർട്ടൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ WWE മാനേജ്മെൻറ്റിനെ റാൻഡി ഓർട്ടൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഡേ മെൽസർ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്നോ എവിടെയാണ് പരിക്ക് പറ്റിയതെന്നോ ഒന്നും ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല. റാൻഡി ഓർട്ടന് ഒരു ഫിസിക്കൽ പെയിൻ നേരിടുന്നുണ്ട് എന്നും അത് റസൽമേനിയ 42-ന്റെ ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് മത്സരത്തിൻ്റെ ഔട്ട്കം റിസൾട്ടിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ കാരണമായേക്കാം എന്നാണ് ഡേ മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒറിജിനൽ പ്ലാൻ പ്രകാരം റാൻഡി ഓർട്ടൻ 15ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് WWE ചാമ്പ്യൻ ആകുന്ന ഒരു റിസൾട്ട് ആയിരിക്കാം ക്രിയേറ്റീവ് ടീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ റാൻഡി ഓർട്ടന് ഫിസിക്കൽ പെയിൻ അനുഭവപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയേറ്റീവ് ടീം ചിലപ്പോൾ ആ ഒരു റിസൾട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. കോഡി റോഡ്സ് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിലേക്കും കാര്യങ്ങൾ പോയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഔട്ട്കമ്മിലെ വലിയൊരു വ്യത്യാസം, വലിയൊരു ചേഞ്ച്, മെയിൻ ഇവൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാവുന്ന ഒരു ചേഞ്ച് റസൽമേനിയ 42-ന്റെ ആദ്യ ദിവസം തന്നെ ഉണ്ടായേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഡേ മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും റസൽമേനിയയ്ക്ക് മുൻപ് ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് നാളെ ബാക്കിയുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്ക് സ്മാക്ഡൗണിൽ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു റസൽമേനിയ 42 റാൻഡി ഓർട്ടന് പരിക്ക് പറ്റുന്നതിലൂടെ അത് നമ്മൾക്ക് പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലേക്ക് എത്തില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് കരുതാം. റസൽമേനിയ 42-നെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സാക്ഷൽ ദ റോക്ക് റസൽമേനിയ 42-ൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റെസ്ലിംഗ് ഒബ്സർവർ 2 ദിവസം മുൻപ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് റോക്കിനെ റസൽമേനിയ 42-ൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. എന്നാൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് വാർത്തകളും ഫോട്ടോസും പുറത്തേക്ക് വരികയുണ്ടായി. റോക്ക് ലാസ് വെഗാസ് എന്ന റസൽമേനിയ 42 നടക്കുന്ന അതേ സിറ്റിയിൽ, അതേ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള തലത്തിലുള്ള വാർത്തകളും പിന്നീട് അതിൻ്റെ ഫോട്ടോസുമാണ് വന്നത്. റോക്ക് ഈ ഒരു സിറ്റിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു പടം, ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്യപ്പെടാൻ പോകുന്ന പടം, അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിലൂടെ റോക്ക് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയുണ്ടായി. നാളെ അദ്ദേഹത്തിൻ്റെ മകളുടെ പിറന്നാളാണ്, അതായത് ഏപ്രിൽ 17-ാം തീയതി അമേരിക്കൻ സമയത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് തൻ്റെ മകളുടെ അടുത്തേക്ക് പോകും. ഇത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോക്ക് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ മകളുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ ലാസ് വെഗാസിൽ അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കില്ല എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ റസൽമേനിയ 42-ൽ അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഇൻഡയറക്റ്റായി നമുക്കതിൽ നിന്ന് ഒരു വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ്. അപ്പോൾ റസൽമേനിയ 42-ൽ താൻ ഒരിക്കലും വരില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി റോക്ക് അവിടെ പങ്കുവെക്കുന്നുണ്ട്. റോക്ക് റസൽമേനിയ 42-ൽ CM പങ്കിനെതിരെ വന്നേക്കാം, റോമൻ റീൻസിനെ സഹായിച്ചേക്കാം, റാൻഡി ഓർട്ടന് പാറ്റ് മക്ഫീ ടീമിൻ്റെ കൂടെ റോക്ക് നിന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വാർത്തകളൊന്നും ഇപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ്. അത്തരത്തിലുള്ള ഒരു യാതൊരുവിധ സത്യസന്ധവുമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. റോക്ക് ലാസ് വെഗാസിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിരികെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റസൽമേനിയ 42-ലെ 3 മത്സരങ്ങളുടെ ഒരു റിസൾട്ടിനെ സംബന്ധിച്ചാണ്. റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലാണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്പോയിലറാണ്. സ്പോയിലർ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതിൽ ആദ്യത്തെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ലാഡർ മാച്ചാണ്. 6 റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത്. ഇതിൽ നിലവിലെ ചാമ്പ്യനായ പെൻഡ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത എന്നാണ് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ട്രിക്
വില്യംസ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാമിസിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ സാമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രിക് വില്യംസ് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുമെന്നാണ് റസൽ വാട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രിഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മൂന്നാമത്തെ മത്സരം നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസത്തിലെ ഏപ്രിൽ 20-ാം തീയതി തിങ്കളാഴ്ചയിലെ മെയിൻ ഇവൻ്റ് മത്സരമാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരത്തിൽ റോമൻ റെയിൻസ് CM പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുമെന്നാണ് റസൽ വാട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൽ വാട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 95% വാർത്തകളും അത് എന്ത് തരത്തിലുള്ള വാർത്തകളായാലും WWE റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണെങ്കിൽ അതെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു സ്പോയിലറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞത്. ഈ 3 മത്സരങ്ങളെ സംബന്ധിച്ചാണ് നിലവിലൊരു അപ്ഡേറ്റ് അവർ പങ്കുവച്ചിട്ടുള്ളത്. മറ്റ് മത്സരങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ 95% വാർത്തകളും ശരിയായിട്ടുണ്ട്. അത്രയും ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സോഴ്സാണ് റസൽ വാട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ. ഇനി നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.